അപ്പോൾ താലിബാനിസം ഇവിടെ വേണ്ട. ഇത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. താലിബാനിസം അതിൻ്റെ ഡിറക്റ്റ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ, ഇൻഡിറക്റ്റ് ആയിട്ടുള്ള ചില മാനിഫെസ്റ്റേഷൻസ്, അതുമല്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് വഴിവെക്കുന്ന തരത്തിലുള്ള ചെറിയ തുടക്കം പോലും നമ്മൾ കണ്ടാൽ അതിൻ്റെ ചില സൈൻസ് ആൻഡ് സിംറ്റംസ് ഏത് രീതിയിലുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഇവിടെ കോൾ ഔട്ട് ചെയ്യാറുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്തുനിന്ന് അതിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ടുള്ള സംഗതികൾ, അതല്ലെങ്കിൽ ഇപ്പോൾ സമസ്തയുടെ ഭാഗത്തു നിന്ന് അത് താലിബാനിസമാണെന്ന് തോന്നിക്കാത്ത രീതിയിൽ അത് പുറത്തെടുക്കുന്ന ചില പരിപാടികൾ, ഇപ്പോൾ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിടുന്ന സംഭവമൊക്കെ നമ്മളതൊക്കെ എല്ലാവരും വിമർശിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ എപ്പോഴെങ്കിലും അത് സമസ്ത ചെയ്തത് ഒരു താലിബാനിസമാണ് എന്ന് പച്ചയ്ക്ക് പറയാൻ എത്ര ആളുകൾക്ക് ഇവിടെ സാധിക്കുന്നുണ്ട്? പത്രങ്ങളിൽ അങ്ങനെ ഇവിടെ എഴുതി വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് സമസ്ത ചെയ്യുമ്പോൾ അതെന്തോ അവരുടെ കുറച്ച് ഉസ്താദുമാരെന്തോ കയ്യിൽ നിന്ന് പോയ ഒരു സംഭവം, അത്ര വളരെ ലഘൂകരിച്ചിട്ടാണ് അതിനെ കാണാറ്. ഇനി കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ വിസ്ഡം ഗ്രൂപ്പുകാരൊക്കെ ചെയ്യുന്ന ചില പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ ബാസിലിൻ്റെ ടീം അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അങ്ങനെയുള്ള സംഗതികളൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുറച്ചും കൂടിയൊക്കെ കടന്ന് ഒന്ന് പറയും. പക്ഷെ അപ്പോഴും യഥാർത്ഥത്തിൽ ഈ പറയുന്ന സാധനം എത്രമാത്രം ഭീകരമാണ് എന്നുള്ളത് പലപ്പോഴും ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടാറില്ല. നമ്മളതിനെ താലിബാനിസം എന്ന് വിളിക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല, ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. നമ്മളത് എക്സാജറേറ്റ് ചെയ്തു വെക്കുന്നു, അല്ലെങ്കിൽ എക്സാജറേറ്റ് ചെയ്യുന്നു, മുസ്ലിങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്നു, മുസ്ലിം വിരുദ്ധത വർദ്ധിപ്പിക്കുന്നു, ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നു. ഇഞ്ചാതി ന്യായങ്ങളൊക്കെ നിരത്തിയാണ് നമ്മൾ നേരിടാറ്. അപ്പോൾ നമ്മൾ പക്ഷേ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. സംഖ്യ വളരുമോ ഇല്ലയോ ഇതൊന്നും നമ്മുടെ വിഷയമല്ല, പറയാനുള്ളത് പറയും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്നും പറയുന്ന കാര്യമാണ് താലിബാനിസം ഇവിടെ വേണ്ട. ഇത് പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇപ്പോൾ തന്നെ അത് ഉപകാരം വരികയാണ്. ഒരേ തംബ്നെയിൽ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇവിടെ നിലനിർത്തുന്നത് അത് നമ്മളുടെ ഈ കാക്കമാരുടെ ഒരു പ്രത്യേക ഒരു സഹായമാണ്. അതിന് നിങ്ങൾക്ക് ഒരു ഹൂറി പരാമർശവും ഇവിടെ തൽക്കാലം ഒന്ന് അർപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട ചിത്രം ഇതാണ്. ക്യുസാറ്റിൽ ഒരു പ്രോഗ്രാം നടക്കുന്നു. അതുമായി കണക്ട് ചെയ്തിട്ട് ചില പരിപാടിയുടെ ചില വിശദാംശങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ബാസിൽ തന്നെ ഇട്ടൊരു പോസ്റ്റ്, അതിലൊരു ചിത്രമാണ് ഈ പറയുന്നത്. അപ്പോൾ ബാസിലും കൂട്ടാളികളും നമ്മളുടെ ലൈംഗികത ഇങ്ങനെ മുറ്റി നിൽക്കുന്ന, അതിങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു പെണ്ണിനെ കണ്ട അപ്പം കയറി പൂശാൻ തോന്നും. അങ്ങനത്തെ പ്രശ്നമുള്ള കുറച്ച് കൂട്ടരാണ്. അങ്ങനെയുള്ള ആളുകളായതുകൊണ്ട് അവർ പരിപാടി നടത്തുമ്പോൾ അവരിങ്ങനെ മറ കെട്ടിയിട്ട് അവിടെ പരിപാടി നടത്തുന്ന ഒരു ചിത്രം എന്നിട്ട് ഇങ്ങനെ പങ്കുവെക്കുകയാണ്. ശാസ്ത്രം, മതം, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടിയുടെ പോസ്റ്റർ, ഇങ്ങനെ ഒരു ചിത്രം അവർ പങ്കുവെച്ചിട്ട് ഇത് ഇങ്ങനെയൊക്കെ നടന്നു എന്ന് പറഞ്ഞ് വെക്കുമ്പോൾ ഈ ചിത്രം കാണുകയാണ്. ഈ ചിത്രം കണ്ടിട്ട് എപ്പോഴെങ്കിലും ഇതൊരു പ്രശ്നമാണ് എന്ന് ഇവിടെ ഒരു ചർച്ച വരാറുണ്ട്. കുറച്ച് നാളുകൾക്ക് മുന്നേ നിഖില വിമൽ എന്ന് പറയുന്ന ഒരു സിനിമാ നടി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരുന്നു. അതായത് ഇപ്പോഴും കണ്ണൂർ ഭാഗത്തൊക്കെ ഈ കല്യാണങ്ങൾക്കൊക്കെ വരുമ്പോൾ അവിടെ സ്ത്രീക്കും പുരുഷനും വേറെ വേറെയാണ് വിളമ്പാറുള്ളത് എന്നൊക്കെ പറയുന്നൊരു വാചകം ഇവിടെ വന്നപ്പോൾ അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നത് നമ്മൾ കേട്ടു. ഈ അതിനെന്താ കുഴപ്പം എന്നുള്ളത് എല്ലാവരും ചോദിക്കണം. അന്ന് ചോദിച്ചത് ചില ദാവൂദിനെ പോലുള്ള തീവ്രവാദികൾ ഈ മീഡിയ വണ്ണിൽ ഇരുന്നിട്ട് മുക്കാൽ മീഡിയയിൽ ഇരുന്നിട്ട് ചോദിക്കുന്നത് നമ്മൾ കേട്ടാണ്. ഇതാണ് നമ്മൾ കേട്ടത്. അപ്പോൾ അതിനെന്താ കുഴപ്പം? ഇതാണ് എല്ലായിടത്തും ഇന്ന് ഫിറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെയുള്ള തീവ്രമായ സംഗതികൾ ചൂണ്ടിക്കാണിക്കുന്ന വേളകളിലെല്ലാം തന്നെ ഇതിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മളത് കാണും. ഇതിനെന്താ കുഴപ്പം? ഇത് ഞങ്ങളുടെ ഇസ്ലാമിൻ്റെ നിയമമല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും അത് ഇസ്ലാമിൻ്റെ നിയമമാണ്, നിങ്ങളത് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്, നിങ്ങളത് ചെയ്യുന്നു, ഇതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഇത് നിങ്ങളത് ചെയ്യുന്നു, നിങ്ങളത് ചെയ്യുന്നത് ഇതുപോലെ പച്ചയ്ക്ക് നമുക്ക് കാണാൻ പാകത്തിന് ഇതെല്ലാം ചെയ്തു വെക്കുന്നത് വളരെ നല്ല കാര്യമാണെന്നാണ് ഞാൻ പറയുക. കാരണം എന്താണ്, ഇപ്പോൾ നമ്മളൊക്കെ വളരെ കഷ്ടപ്പെടാറുണ്ട്. ഇസ്ലാം അങ്ങനെയാണ്, അത് കാടത്തമാണ്, യഥാർത്ഥ ഇസ്ലാം അവിടെ താലിബാനിലാണ് എന്നൊക്കെ പറയുമ്പോൾ ആരും വിശ്വസിക്കാറില്ല. പക്ഷേ എല്ലാ ആളുകൾക്കും താലിബാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. താലിബാൻ എന്താ ചെയ്യുന്നത്? താലിബാൻ ചെയ്യുന്നത് ഈ കാണുന്ന കാര്യമാണ്. ഇതൊരു ചെറിയൊരു ചിത്രം ഞാൻ എടുത്തതേ ഉള്ളൂ. അവർ ചെയ്യുന്നത് എന്താണ്? അവർ മറ തന്നെയാണ് കെട്ടുന്നത്. അപ്പോൾ താലിബാൻ അവിടെ ക്ലാസ് ഇതേപോലെ സ്ത്രീക്കും ആണിനും ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അവർ ഇതേപോലെ ഒരു മറ വെക്കുന്നു. എന്നിട്ട് പുരുഷന്മാരപ്പുറത്ത് സ്ത്രീകൾ ഇപ്പുറത്ത് എന്നിട്ട് ക്ലാസ് എടുക്കുന്നു. അപ്പോൾ നമ്മൾ പറയും ഇത് ഇസ്ലാമാണ്, ഇത് താലിബാനിസമാണെന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല. ഇത് താലിബാൻ അവിടെയുള്ള കുറച്ച് ആളുകൾ ചെയ്ത കാര്യമാണെന്ന്. അപ്പം നിങ്ങളൊന്ന് നോക്കുക, ഈ ചിത്രവും ഇന്നിപ്പോൾ ഈ പറയുന്ന ബാസിൽ വെച്ച ഈ ചിത്രവും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? രണ്ട് സ്ഥലത്തും കർട്ടനുണ്ട്, രണ്ട് സ്ഥലത്തും സ്ത്രീകളും പുരുഷനും വേറെ വേറെ ഇരുത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഒന്ന് അവിടെ സ്ത്രീകളുടെ ഇടയിൽ ഈ പറയുന്ന കർട്ടൻ ഇടുന്നു, ഒന്ന് പെർപെൻഡിക്കുലറാണ്, ഒന്ന് വെർട്ടിക്കുലറാണ്, ഒന്ന് ഹൊറിസോണ്ടലാണ്. അത്ര വ്യത്യാസമുള്ളൂ. അതല്ലാതെ വേറെ വ്യത്യാസമൊന്നും ഇതിനകത്തില്ല. ഇതിങ്ങനെ വെച്ചിരിക്കുന്നു, ഇതിങ്ങനെ വെച്ചിരിക്കുന്നു. രണ്ടായാലും അതിൻ്റെ ഫലം രണ്ടും കേട്ടൻ തന്നെയാണ്. ഉദ്ദേശം മറ കെട്ടുക എന്നുള്ളത് തന്നെയാണ്. ഈ മറ എന്ന് പറഞ്ഞാൽ ഹിജാബ്. ഇത് ഹിജാബ് നിയമത്തിൻ്റെ അടിയിൽ വരുന്നൊരു സാധനമാണ്. അപ്പോൾ ഞാനിവിടെ തുടക്കത്തിൽ പറഞ്ഞത് ഇതുപോലെ ഒരു സാധനം ചെയ്തതിൽ വളരെ നന്ദിയുണ്ട്.
നമ്മളെന്താണോ പറഞ്ഞിവിടെ തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഇത് താലിബാനിസമാണെന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ് താലിബാനിസം ആവുക എന്ന് ചോദിക്കുമ്പോൾ അത് തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇതേപോലെ ഇങ്ങനെ ചിത്രങ്ങൾ നമുക്ക് ഇതേപോലെ നിങ്ങളുടെ തന്നെ ഫേസ്ബുക്കിൽ കൂടെ പങ്കുവെച്ച് തരുമ്പോൾ അത് ചെറിയ ഉപകാരമൊന്നുമല്ല. ഈ ഉപകാര സ്മരണ അതെന്നും ഉണ്ടാവും. ഞാൻ ചത്താലും മരിക്കില്ല, ചത്താലും ഞാൻ മറക്കില്ല എന്ന് ഇവിടെ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇത് വലിയ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നത്. എനിക്ക് എത്ര നന്ദി പറഞ്ഞിട്ട് മതിയാവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നന്ദി ആരോടും ഞാൻ ചൊല്ലേണ്ടു എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഇതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മൾ മുന്നേ ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്, ദ അനാറ്റമി ഓഫ് എൻ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഇൻഫോഗ്രാഫിക്. അതിൽ നമ്മൾ പറഞ്ഞിട്ട് ഒരു റിച്വലിസ്റ്റിക് മുസ്ലിമും ഒരു പൊളിറ്റിക്കൽ മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം, ഒരു റിച്വലിസ്റ്റിക് മുസ്ലിം പൊളിറ്റിക്കൽ മുസ്ലിം ആകുമ്പോൾ ഉണ്ടാകുന്ന ആ ചേഞ്ച് എന്താണ് എന്നുള്ളത് നമ്മളവിടെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താണ്? റിച്വലിസ്റ്റിക് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ പറയുന്ന സാധനമൊന്നും അറിയില്ല, ഈ ഹിജാബ് നിയമം എന്താണെന്ന് അറിയില്ല, തലയിൽ തട്ടണമെന്ന് അറിയാം, ചിലപ്പോൾ ഇങ്ങനെ ഇടും, ഇങ്ങനെ ഷോള് കഴുത്തി കൂടെ ഇടും, അതിങ്ങനെ താഴെ പോവും. അപ്പോൾ തട്ടടടി എന്ന് ആരെങ്കിലും പറയുമ്പോൾ അത് വലിച്ചു കയറ്റിയിടും, അല്ലെങ്കിൽ അത് അവിടെ കിടക്കും, അല്ലെങ്കിൽ അത് ഇത് എന്തുകൊണ്ട് കുന്താണെന്ന് പറഞ്ഞാൽ അത് മാറ്റി അപ്പുറത്ത് വെക്കും, എന്നിട്ട് പണിയൊക്കെ എടുത്ത് നടക്കും. അപ്പോൾ വല്ല ബാങ്കൊക്കെ വിളിക്കുമ്പോൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇടും, അപ്പോൾ തപ്പുമ്പോൾ ചിലപ്പോൾ ഒന്നും കിട്ടില്ല, അപ്പോൾ ചുരിദാറൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെയൊക്കെ തലയിൽ കൂടെ ഇടും, അല്ലെങ്കിൽ തോർത്തുമുണ്ടൊക്കെ ഇടുന്നതൊക്കെ കാണാം. അപ്പോൾ ഞങ്ങളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ബാങ്ക് കൊടുക്കും, അപ്പോൾ നോക്കുമ്പോൾ തട്ടം കിട്ടില്ല, അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോയി ഇപ്പോൾ തട്ടെടുക്കാൻ മടിയല്ലേ, ഇങ്ങനെ കോഴിക്കാലൊക്കെ പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ എന്തായിരിക്കും ചെയ്യുക? അപ്പോൾ തൊട്ടപ്പുറത്ത് വാപ്പ ചിലപ്പോൾ മുണ്ടെടുത്തിട്ടായിരിക്കും ഇരിക്കുന്നത്, അപ്പോൾ അനിയത്തി ഇതേപോലെ വന്നിട്ട് ആ തട്ടൊന്ന് തന്ന് ആ മുണ്ടെടുത്തിട്ട് തലയിൽ കൂടെ ഇടുന്ന പരിപാടി. എന്നുവെച്ചാൽ ഇതൊരു മനസ്സിൽ കിടക്കുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ അപ്ലിക്കേഷനും ഇതിൻ്റെ ഇംപ്ലിക്കേഷനും ഒന്നും അറിയില്ല. ഇതിട്ടില്ല ഒരു മുടിയഴ കണ്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെയാണല്ലോ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. തട്ടമിട്ടൂടെ പെണ്ണെ നീ സ്വർഗത്തിലേക്ക് പോകണ്ടേ, നരകത്തിലേക്ക് പോകണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇത് പേടിയുള്ളതുകൊണ്ട് ഇവർ ഇതിന് വേണ്ടിയിട്ട് ഓടി നടക്കും. ഇതാണ് ഒരു റിച്വലിസ്റ്റിക് മുസ്ലിം എന്ന് പറഞ്ഞാൽ. അവർ മാപ്പിളപ്പാട്ട് പാടും, ബിരിഞ്ച് കഴിക്കും, അതുപോലുള്ള മറ്റ് മൗലൂദ് ഓതും, ഇതൊക്കെ ചെയ്യും, എല്ലാ സാധനവും ഓണമുണ്ടും ക്രിസ്മസിന് കേക്ക് മുറിക്കും, ഇതൊക്കെയാണ് റിച്വലിസ്റ്റിക് മുസ്ലിം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ നിന്നൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു ദഅവ ഇൻഫ്ലുവൻസ്, ഈ സലഫി ദഅവ ഇൻഫ്ലുവൻസ്, അതായത് നമ്മൾ ബാസിലും കൂട്ടരും ഒക്കെ പറയുന്നത് കേട്ട് ഇതേപോലെ ക്ലാസ്സിലൊക്കെ ഇരുന്ന് കുറേ കഴിയുമ്പോൾ അവരെന്തായി മാറും? അവർ ഈ പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിൽ എത്തുന്നതിന് തുല്യമായ അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ സത്യത്തിൽ ഇവിടെ ഈ ബാസിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്തിനെയാണ്? ആ ബാസിൽ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റിനെയാണ്. കാരണം ബാസിൽ ഇവിടെ ആ ടീം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ നിയമവും ഓരോ കർത്തവ്യം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ രീതികൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിൽ എങ്ങനെയാണോ ഈ തീവ്രവാദികൾ കാര്യങ്ങൾ നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്, അതിവിടെ ഇന്ത്യയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇല്ലാതെ തന്നെ ആ സംഗതികൾ ഇവിടെ പച്ചയ്ക്ക് ചെയ്യുകയാണ്. സാധാരണ ഇപ്പോൾ നമ്മളെക്കുറിച്ച് പറയാറുണ്ട്, നിങ്ങൾ സംഘപരിവാർ എന്താണ്, നാസ്തികതയുടെ മറവിൽ വലതുപക്ഷം എന്താണ് അതിന് പറയല്ലേ, പേരൊക്കെ മറന്നല്ലോ, ഇതിപ്പോൾ അവരുടെ കൂടെ കൂടി എല്ലാം മറന്നു, സംഘപരിവാർ ആശയങ്ങൾ ഒളിച്ചു കിടത്തുന്നു എന്നാണ് പറയാം, അല്ലേ? നിങ്ങൾ കേട്ടാണ്, സംഘപരിവാർ ആശയം ഒളിച്ചു കിടത്തുന്നു എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പച്ചയ്ക്കൊന്നും പറയില്ല, നമ്മളിങ്ങനെ ശാസ്ത്രം പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ കുറച്ചിങ്ങനെ ഇപ്പുറത്തു കൂടെ ഈ ശിവലിംഗം അത് കുഴപ്പമില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ സവർക്കർ അടിപൊളിയാന്ന് പറയുന്നു, മാല ഇട്ടിങ്ങനെ കൊന്നു എന്ന് പറയുന്നു, അപ്പോൾ ഗാന്ധിജിക്ക് ചില തെറ്റുകൾ പറ്റിയെന്ന്, അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇതെന്തോ ഒളിച്ചു കിടത്തലാണ്, ഇതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇനി അതൊരു വലിയ അപരാധമാണെന്ന് നമ്മളങ്ങ് സമ്മതിച്ച് നമ്മൾ ചില ആളുകൾ ഞാൻ സംഘിയല്ലേ എന്നൊക്കെ കാണിക്കാൻ വേണ്ടി നിൽക്കുന്നു. സംഘി ഇവിടെ ബലപ്പെട്ട തിരിച്ച് ഇസ്ലാമിലേക്ക് പോകും എന്ന് വരെ ചില ആളുകൾ പ്രതിജ്ഞ എടുത്ത് അവിടെ മറ്റേ വെളിച്ചെണ്ണ കുപ്പിയായിട്ട് നിൽക്കുന്നു. അതൊക്കെ അവിടെ നടക്കട്ടെ. പക്ഷേ നിങ്ങൾ നമ്മളോട് ആരോപിക്കാറ് എന്താണ്? ഒളിച്ചു കിടത്തുന്നു എന്നാണ്. എന്നാൽ ഇവിടെ ബാസിൽ ചെയ്യുന്ന എന്താണ്? ഒളിച്ചൊന്നുമല്ല കിടത്തുന്നത്. ഇത് പച്ചയ്ക്ക് നിലാവെളിച്ചത്തിൽ ഇതേപോലെ നട്ടുച്ച വെയിലത്ത് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ കത്തി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഒരു വെളിച്ചത്തിൽ പോലും ഇവിടെ നടത്തുന്നത് എന്താണ്? പച്ച ഗ്രീനായ ഈ ജിഹാദിസം, ഈ പറയുന്ന താലിബാനിസം ഇവിടെ കടത്തുകയാണ്, ഇവിടെ ആളുകളിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒളിച്ചു കടത്തുന്ന സാധനത്തിനെ ഇതുപോലെ കടന്ന് വിമർശിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുപോലെ വളരെ കൃത്യമായ വെളിച്ചത്തിൽ ഇങ്ങനെ തെളി നിലാവിൽ അല്ലെങ്കിൽ ഇതേപോലെ നട്ടുച്ച നേരത്ത് ഇതുപോലെ നടത്തുന്ന ഈ താലിബാനിസം, ഇറക്കി വെക്കുന്ന താലിബാനിസത്തെ നിങ്ങൾക്ക് എതിർക്കാൻ കഴിയാത്ത എന്താണ്? എന്തുകൊണ്ട് നിങ്ങൾ എതിർക്കുന്നില്ല? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇസ്ലാമിക് സ്റ്റേറ്റിൽ എന്താ ഇവർ ചെയ്യുന്നത്? അതിനൊരു ഉദാഹരണം നമുക്ക് എടുക്കാം. അതിനൊരു ഉദാഹരണമാണ് ഞാനിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ ഈ ഒരു പാർട്ടീഷൻ. ഇത് തന്നെയാണ്. അതായത് ബാസിൽ എന്താണോ ഇവിടെ ഈ മറകെട്ടിക്കൊണ്ട് ചെയ്തത്, ഇതേ സാധനം തന്നെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൽ അഫ്ഗാനിസ്ഥാൻ അവിടെ ആ താലിബാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ. അപ്പോൾ ഒരു ഉദാഹരണമായി. ഇനി രണ്ടാമതൊരു ഉദാഹരണം നമ്മൾ എടുക്കുക. ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സ്ത്രീകൾ ചുമ്മാ പുറത്തുകൂടെ ഇറങ്ങി നടക്കുമ്പോൾ ആൺ തുണയില്ല എന്നുണ്ടെങ്കിൽ മൂട്ടിനടിക്കും, ചൂരൽ വടിയായിട്ട് കാക്കാമാർ വന്നിട്ട് അടിക്കുന്ന ചിത്രം.
അപ്പോൾ ഇത് ഇസ്ലാമിക് സ്റ്റേറ്റിൽ നടക്കുന്നു. ഇത് നമ്മളുടെ നാട്ടിൽ ഇതിലേക്കാണ് ഇത് പോകുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുക. അതായത് ഇതുപോലെ ഒരു ഘട്ടം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല, സ്ത്രീകൾ അകത്തിരിക്കണം എന്നുള്ള നിയമം വരും. ഇതാണ് ഇവിടെ സംഭവിക്കുക. ഇതിങ്ങനെ ആയിരുന്നു ഒരു കാലത്ത്. നമ്മളുടെ മാളിയേക്കൽ മറിയുമ്മയുടെ കഥയൊക്കെ നമ്മൾ പറയാറുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ മുസ്ലിം വനിത എന്നാണ് അവരെ നമ്മൾ വിശേഷിപ്പിക്കാറ്. അങ്ങനെ അവർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തിയ ആ ഒരു പോരാട്ടം, ഈ വിദ്യ അഭ്യസിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ പോരാട്ടത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മളിവിടെ തന്നെ വീഡിയോ എനിക്ക് തോന്നുന്നു ഒരു 4-5 തവണയെങ്കിലും ചെയ്തിട്ടുള്ള കാര്യമാണ്. അവർ നടന്നു പോകുമ്പോൾ അവരുടെ വഴിയിൽ മാറി നിന്ന് അവരെ കാർക്കിച്ച് തുപ്പുന്ന ഒരു കാഴ്ച. സമസ്തയുടെ ആൾക്കാരാണ് കേട്ടോ അന്ന് ചെയ്തത്, അന്ന് വഹാബികളല്ല. അപ്പോൾ ഈ സമസ്തയുടെ ആളുകൾ ഇത് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് അവർ പറയുന്നത്? സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കറാഹത്താണ് എന്നാണ് പറയുക, അത് പഠിപ്പിക്കാൻ പാടില്ല, ഹറാമാണെന്ന് വരെ പറയുന്ന ആളുകൾ. എന്നുവെച്ചാൽ അവരെ കാർക്കിച്ച് തുപ്പുക, അവർ വീട്ടിലേക്ക് തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതാണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. 1930-കളിലെ കഥയാണ് ഈ പറയുന്ന ഇതേ സമസ്ത, ഇതേ കൂട്ടം ആളുകൾ അന്ന് ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന ആളുകളാണ്. ഇവിടെ പറയാറുണ്ട് സവർക്കർ ഇവിടെ ഷൂ നക്കി എന്ന് പറയുന്നത്. സവർക്കർ ഷൂ ആണ് നക്കിയത് എന്നുണ്ടെങ്കിൽ അന്നത്തെ മുസ്ലിം പണ്ഡിതരും മുസ്ലിം സമൂഹവും അന്ന് ബ്രിട്ടീഷുകാരുടെ അണ്ടർവെയർ ആണ് നക്കി കൊടുത്തുകൊണ്ടിരുന്നത് എന്ന് നമ്മളിവിടെ പച്ചയ്ക്ക് പറയണം. അത് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളിങ്ങനെ ബാക്കിയുള്ള ആളുകൾ അളക്കാൻ നടക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്തതെന്നുള്ളത് ആദ്യം ഇവിടെ പറയുക. അതാണ് വേണ്ടത്. ഇവിടുത്തെ ഒരു സ്വാതന്ത്ര്യ സമരം നടക്കുന്നതിൻ്റെ ഇടയിൽ ഇന്ത്യ, ഈ ഭാരതം എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായി വന്ന് ഈ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടുത്തെ കാക്കാമാരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? നമുക്ക് ഇസ്ലാമിക രാജ്യം എങ്ങനെ ആക്കാം എന്ന ഒരു ഗൂഢലക്ഷ്യവുമായിട്ട് ഇവിടുത്തെ ഹിന്ദുക്കളെ വരെ കൂട്ടക്കൊല നടത്തുന്ന പരിപാടി, ഡയറക്റ്റ് ആക്ഷനും ഇവിടുത്തെ മാപ്പിള കലാപവും ലഹളയും ഇഞ്ചാതി സാധനങ്ങൾ നടത്തിയിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതായത് അവിടെ ഒരു വശത്ത് താലികെട്ട്, ഇപ്പുറത്ത് പാലുകാച്ചൽ എന്ന് പറഞ്ഞ മാതിരി അവിടെ സ്വാതന്ത്ര്യ സമരം, ഇവിടെ ഹിന്ദു കൂട്ടക്കൊല. ഇതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ കഥ നമ്മൾ പിന്നെ ഇനി വീണ്ടും പറയും. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന വിഷയം പറയുമ്പോൾ കൂടുതൽ ഈ ഇസ്ലാമിക പക്ഷത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയേണ്ടി വരുന്നതും അവിടെ സംഘപരിവാറിന് എതിരെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് പ്രയോറിറ്റിയിൽ രണ്ടാമത് വെച്ചുകൊണ്ട് കൂടുതൽ പറയുന്നത് ഇസ്ലാമിനെ ആക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇത് പഠിക്കുമ്പോൾ ആർക്കായാലും തെളിച്ചം വരാൻ സാധ്യതയുള്ള മേഖലയാണ്. നിങ്ങൾ പഠിക്കാത്തത്, നിങ്ങൾക്ക് ആ നിലപാടിലേക്ക് എത്താൻ കഴിയാത്തത്, നിങ്ങൾക്ക് ആ സംഗതി കാണാൻ കഴിയാത്തത്, അതൊന്നും എൻ്റെ പ്രശ്നമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. എല്ലാ സോഴ്സും ഇവിടെ തന്നെ ഉണ്ട്. ഏറ്റവും മിനിമം നിങ്ങൾ ആ അംബേദ്കറിൻ്റെ പുസ്തകങ്ങളെങ്കിലും ഒന്ന് ഇരുന്ന് വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് തൽക്കാലം അവിടെ വെക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, ഈ ഒരു മറ കെട്ടുന്നിടത്ത് നിന്ന് ഇത് തുടങ്ങുമ്പോൾ ഇത് എവിടം വരെ എത്തുമെന്നുള്ളതാണ് നമ്മളുടെ ആശങ്ക. അത് മുൻകൂട്ടി കണ്ട് അതിനുള്ള ആ കൃത്യമായ അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിവിടെ പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടൊരു വാർത്തയുണ്ട്, അവിടെ ഭൂകമ്പം ഉണ്ടായി. അതായത് അഫ്ഗാനിസ്ഥാനിൽ 10,000-3,000 ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് അറിയുന്നത്. ആ കൊല്ലപ്പെടുന്ന കൂട്ടത്തിൽ പരിക്ക് പറ്റിയിട്ടും അതുപോലെ കൊല്ലപ്പെട്ടുമൊക്കെ ചെതറിക്കിടക്കുന്ന മൃതശരീരങ്ങൾ, അതുപോലെ പരിക്ക് പറ്റി കിടക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് കൃത്യമായ വൈദ്യസഹായം എത്തിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ശവശരീരം വല്ല കഴുകനോ കീരിയോ ഒന്ന് കടിച്ച് അത് പറിക്കുന്നത് തടയാൻ പാകത്തിന് അതെടുത്ത് മറവ് ചെയ്യാൻ നോക്കുമ്പോൾ സ്ത്രീകളുടെ ശരീരം തൊടാനാരുമില്ല. ഇതാണ് അവസ്ഥ. വാർത്ത നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്ത്രീകളെ സ്പർശിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനത്തിൽ പരിക്കേറ്റ സ്ത്രീകളെ തിരിഞ്ഞു നോക്കാതെ രക്ഷാപ്രവർത്തകർ. ഇതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് അങ്ങ് അഫ്ഗാനിസ്ഥാനിലല്ല, ഇത് ഇവിടെ കേരളത്തിൽ ഇവിടെ നടന്നിട്ടുണ്ട്. അതെന്താ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്? ഈ പറയുന്ന വയനാട് ഉണ്ടായിട്ടുള്ള ലാൻഡ് സ്ലൈഡ്, ആ സമയത്ത് ഇവിടെ ഒരു കൂട്ടം ഒരു കൂട്ടം മുസ്ലിം സ്ത്രീകൾ, ഓക്കെ, മുസ്ലിം സ്ത്രീകൾ ജിഹാദികളാണോ അവർ വേറെ എന്തെങ്കിലും ആദികളാണോ എന്നുള്ളത് അത് നിങ്ങൾ തീരുമാനിക്കുക. എന്തായാലും ഒരു കൂട്ടം പർദ്ദയൊക്കെ ഇട്ട ഹിജാബ് ഇട്ട കുറച്ച് പെണ്ണുങ്ങൾ, ഹൂറന്മാരെ അവിടെ ഉണ്ട് എന്ന് വിചാരിച്ച് അവരെ പൂശാം എന്ന് ചിന്തിച്ച് നടക്കുന്ന കുറേ ഹൂറി മക്കൾ, അവരെന്താ ചെയ്തത്? അവർ ക്ലാസ് എടുക്കുകയാണ്. ആ ക്ലാസ്സിൽ എന്താ അവർ പറയുന്നത്? ഈ പറയുന്ന ഭൂചലനമൊക്കെ ഉണ്ടായി, ഇങ്ങനെ ആളുകൾ ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടായപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വല്ലാതെ വിഷമമാകുന്നു. ഇവരുടെ വിഷമം എന്താണെന്നറിയോ? ഇവരെങ്ങാനും ഇതിനകത്തൊക്കെ പെട്ട് മരിച്ചു കഴിയുമ്പോൾ ഇവരിങ്ങനെ കിടക്കുന്ന സമയത്ത് ഇവരുടെ ശരീരമൊക്കെ പുരുഷന്മാർ ഇങ്ങനെ തൊടൂലേ? ഇവരെ രക്ഷാപ്രവർത്തനത്തിന് ആളുകൾ ഇങ്ങനെ വലിച്ചെടുക്കില്ലേ? അത് മണ്ണിൻ്റെ അടിയിൽ നിന്ന് പൊക്കിയെടുക്കില്ലേ? അപ്പോൾ നമ്മളെ ശരീരമൊക്കെ ആണുങ്ങൾ തൊടൂലേ? ഇതാണ് അവരവിടെ പങ്കുവെക്കുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നമ്മളെന്താ കണ്ടത്? സ്ത്രീകൾ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ ശവശരീരം തൊടാതെ പുരുഷന്മാർ മാറി നിൽക്കുന്നു. ഇവിടെ എന്താ നമ്മൾ കണ്ടത്? നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളെ ശരീരം പുരുഷന്മാർ തൊടൂലേ? അതിന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന വട്ടമേശ സമ്മേളനം കൂടുന്ന കുറേ ഹൂറി മക്കൾ. ഇത് തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഒന്ന്, ചത്തിട്ട് അവിടെ മലച്ച് കിടക്കുന്നു, ആരും തൊടാനില്ലാതെ. രണ്ട്, ഇവിടെ
ചാവുന്നതിന് മുന്നേ ഇങ്ങനെ മലച്ച് കടന്നിട്ട് ചിന്തിക്കുന്നു. എന്തോ വലിയ കാര്യമാണ് ചിന്തിക്കുന്നത്. എന്തോ മറ്റേ ഏഴാനാകാശത്തേക്ക് ഏതോ മറ്റേ സ്പേസ് എക്സിൻ്റെ വല്ല റോക്കറ്റും വിടുന്നതിന് പോലും ഇത്ര കൂലങ്കുഷമായിട്ടൊരു ചർച്ച ഇവർ നടത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ ചർച്ച ഇതാണ്: നമ്മൾ ചത്ത് കഴിയുമ്പോൾ നമ്മുടെ ശവശരീരം ആണുങ്ങൾ തൊടൂലേ എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് നിലവിളിക്കുന്ന കുറേ പെണ്ണുങ്ങൾ. ഇതാണ് നമ്മളിവിടെ കണ്ടത്. ഇത് തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നതും ഇവിടെ നടക്കുന്നതും ഒരേ സാധനം തന്നെയാണ്. എവിടുന്നാണ് ഇത് വരുന്നത്? ഇത് വരുന്നത് ഈ വർദ്ധിച്ച ദഅവ ഇൻഫ്ലുവൻസ്, സലഫി ദഅവ ഇൻഫ്ലുവൻസ്. ഈ സലഫി ദഅവ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സമസ്തക്കാരും മറ്റ് സുന്നികളും അവിടെ വല്ലാതെ അങ്ങോട്ട് സൂഹിക്കേണ്ട, നിങ്ങളും ഇതൊക്കെ തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ AP വിഭാഗം അവർ പറയുന്ന കാര്യം എന്താ? ഇപ്പോൾ നമ്മുടെ എക്സസൈസിൻ്റെ വിഷയമൊക്കെ വന്ന സമയത്ത് നമ്മൾ AP ഉസ്താദ് എന്താ പറഞ്ഞത്? ആണും പെണ്ണും അങ്ങനെ കൂടി കലർന്നിട്ടുള്ള ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും വേണ്ട, അതൊക്കെ നരകത്തിലേക്കുള്ളതാണെന്ന് പറഞ്ഞത് ആരാണ്? ഇതേ ഈ ഉസ്താദുമാർ തന്നെയാണ്. അത് സലഫിയൊന്നുമല്ല. അപ്പോൾ സലഫി ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ എന്താ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, സലഫികൾ മാത്രം നടത്തുന്ന എന്തെങ്കിലും സാധനമല്ല. ഈ പ്യൂരിറ്റൻ ഇസ്ലാമിൻ്റെ യഥാർത്ഥ സാധനങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ പിരികേറ്റുന്ന ഒരു പരിപാടി അതിവിടെ നടക്കുന്നുണ്ട്. അത് പണ്ടൊക്കെ ഈ സലഫികളാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ സലഫി ഏതാണ്, സമസ്ത ഏതാണെന്നൊരു പിടിയില്ല. ഇപ്പോൾ ഓണം ഉണ്ണരുത്, അത് ഡിപ്ലോമാറ്റിക്കായിട്ട് ഉണ്ണണം എന്ന് പറയുന്ന ആ നിലപാട്, അതൊരു പ്യൂരിറ്റൻ ഇസ്ലാമിൻ്റെ നിലപാടാണ്. അത് സലഫികളാണ് പറഞ്ഞു നടന്നുകൊണ്ടിരുന്നത്. ഞാനൊക്കെ കേട്ടിരുന്നത്, പഠിച്ചുകൊണ്ട് ഇരുന്ന സമയത്തൊക്കെ നമ്മൾ കേട്ടിരുന്നത്, ഈ സലഫി പള്ളിയിലെ വെള്ളിയാഴ്ച കുത്തുബയിൽ നടക്കുന്ന കാര്യമാണ്. ക്രിസ്മസിന് കേക്ക് മുറിക്കരുത്, ഓണത്തിന് പോയി ഉണ്ണരുത്, വെള്ളിയാഴ്ച പള്ളിയിൽ പ്രസംഗിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അത് അന്ന് സലഫി പള്ളിയിലാണ് നടന്നിരുന്നത്. പണ്ട് അവിടെ പഠിക്കുമ്പോൾ കാക്കനാട് പള്ളിയിൽ, അവിടുത്തെ സലഫി പള്ളിയിൽ പറഞ്ഞു നടന്നിരുന്നത് ഏതൊരു അനസ് എന്നൊക്കെ പറഞ്ഞ പേരുള്ള ഒരു ചങ്ങാതി, ഒരു ഹനീഫ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ ആളുകൾ വന്ന് സംസാരിച്ചിരുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? ഇന്ന് ഇതേ സാധനം ഇവിടുത്തെ സുന്നി ഉസ്താദുമാർ പറയുന്നു. നമ്മളുടെ മറ്റേ എന്താണ് അയാളുടെ പേര്, ആലപ്പുഴ സുഹരി, അയാൾ സലഫിയൊന്നുമല്ലല്ലോ. അയാൾ പോലും എന്താ പറഞ്ഞത്? ഏത് മൂട് മരണമൂട്, ഏത് മൂട് മരണമൂട് എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് ആ പാട്ടും പാടിയിട്ട്, ഒരു മനുഷ്യന്മാർ ഏതെങ്കിലും പാട്ടും പാടിയിട്ട് എന്തെങ്കിലും ഡാൻസ് കളിക്കുമ്പോൾ അവിടെ വന്നുകൊണ്ട് ഒരു മരണത്തിൻ്റെ കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കാൻ എന്താണ് ഇതിൻ്റെ കാരണം? ഇസ്ലാമാണ് അതിൻ്റെ കാരണം. ഈ പ്യൂരിറ്റൻ ഈ ഇസ്ലാമാണ് അതിൻ്റെ കാരണം. അപ്പോൾ അത് ഇവിടെ നടക്കുന്നത്, അതിവിടെ ചെയ്യുന്നത് ഇന്ന് സലഫി എന്നോ നോൺ സലഫി എന്നോ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ പ്യൂരിറ്റൻ ഇസ്ലാം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന് ഒറ്റവാക്കിൽ നമുക്ക് പറയാം ഒരു സലഫി ദഅവ ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ദഅവ ഇൻഫ്ലുവൻസ് നിങ്ങൾ ഒറ്റവാക്കിൽ വേണമെങ്കിലും വിളിച്ചോളൂ. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ അന്ന് ചോദിച്ചു, അതായത് ഓണത്തിൽ ഒരു മുസ്ലിം ഇതുപോലെ ആഘോഷിക്കുമ്പോൾ അവിടെ നിങ്ങൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം എന്ന് പറയുന്നത്, ഇത് ആളുകളോട് നമ്മൾ ചോദിച്ചു. ഇപ്പോൾ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് ഇവിടെ വലിയ മറ്റേ നബിദിനമായിരുന്നു. ഈ നബിദിനത്തിന് നിങ്ങൾ നടുറോട്ടിൽ കൂടെ പാട്ടും ബെയ്ത്തൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് അപ്പം നിങ്ങൾക്ക് ഈ ആരും ചത്തുപോയതിനെ കുറിച്ച് ആലോചിക്കണില്ലേ? എന്താ ആ സമയത്ത് നിങ്ങൾക്ക് ഈ മരണത്തെക്കുറിച്ച് ആലോചനയില്ലാത്ത? ഏറ്റവും മിനിമം ഇതേ ദിവസം തന്നെയല്ലേ, ഈ റബിയുൽ അവ്വൽ 12-നല്ലേ മുഹമ്മദ് നബി ചത്ത് മലച്ചത്? ഏതോ ഒരു ജൂതപ്പെണ്ണ് മറ്റേ ഇറച്ചിയിൽ വിഷം കൊടുത്ത് കൊന്ന് അത് അവിടെ കിടന്ന് ചീഞ്ഞളിഞ്ഞ് കിടന്ന് 3 ദിവസം കിടന്ന് പുഴുവരിച്ചിട്ടല്ലേ മുഹമ്മദ് നബീനെ അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടത്? ഈ കഥ നിങ്ങൾക്കറിയില്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു മുഹമ്മദ് നബി മരിച്ച ദിവസമായിരിക്കെ നിങ്ങൾ അത് മറന്നിട്ട് അവിടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അവിടെ നിങ്ങൾ സത്യത്തിൽ വേറെ ആരുടെ മരണം ആലോചിച്ചില്ലെങ്കിലും ഈ പറഞ്ഞ ഏത് മൂട് മരണമൂട് എന്ന് പറയുമ്പോൾ അത് മുഹമ്മദ് നബിയുടെ മരണമൂടെങ്കിലും നിങ്ങൾ ആലോചിക്കണ്ടേ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ മരണമൂട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വലിയൊരു സതുദ്ദേശമുണ്ട് എന്ന് നാട്ടുകാർ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്, ഇതിൽ സതുദ്ദേശമൊന്നുമില്ല. ഇത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് ഈ ജിഹാദിസം ഇറക്കുക എന്നുള്ളതാണ്. ഇത് ഈ പ്യൂരിറ്റൻ ഇസ്ലാം അവിടെ കുത്തി ഇറക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഓണം ആഘോഷിക്കുമ്പോൾ മരണമൂട് ഒരു വലിയ സംഭവമാകുന്നതും ഈ നബിദിനം വരുമ്പോൾ അല്ലെങ്കിൽ വലിയ പെരുന്നാൾ വരുമ്പോൾ ചെറിയ പെരുന്നാൾ വരുമ്പോൾ മരണമൂടൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ അവിടെ മറ്റേ എന്താണ് ജിഹാദ് മൂടായിട്ട് മാറുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ തരം ഈ ഇരട്ടത്താപ്പും ഇമ്മാതിരി ഈ ഇസ്ലാം കുത്തിയിറക്കുന്ന പരിപാടികൾ നമ്മൾ തിരിച്ചറിയാം. ഇപ്പോൾ മറ്റൊരു സംഗതി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ശ്രദ്ധയപ്പെട്ടൊരു സംഗതിയാണ്. ഏതൊരു ചങ്ങാതി ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷം നടക്കുമ്പോൾ അതിൽ കുട്ടികൾ ഈ എന്താണ് ഘോഷയാത്ര നടക്കുമല്ലോ, ആ ഘോഷയാത്രയിൽ കുട്ടികൾ ഇങ്ങനെ വരുന്നു. വൈകിട്ടൊക്കെ ആകുമ്പോൾ അവർ നടന്ന് ഇങ്ങനെ ശ്രീകൃഷ്ണൻ്റെ വേഷം ധരിച്ചും അങ്ങനെ പല രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ നടന്നു വരുമ്പോൾ അവർ ക്ഷീണിച്ച് വരുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു മുസ്ലിം ആയിട്ടുള്ളൊരു പയ്യൻ, അവൻ കുറച്ച് ആളുകളെയും കൂട്ടി ഒരു ഓംനി വാനിൽ കുറച്ച് നാരങ്ങ വെള്ളവും ലഡുവും കുറച്ച് മിഠായിയൊക്കെ വിതരണം ചെയ്യുന്ന ഒരു സംഭവം അത് ചെയ്യുകയും അത് ഒരു ഷൂട്ട് ചെയ്തിട്ടൊരു ഒരു സാധനം അവിടെ പബ്ലിഷ് ചെയ്തു. അതിൻ്റെ അടിയിൽ വന്നിട്ട് കാക്കാമാർ കോയമാർ അവിടെ നടത്തുന്ന കമൻ്റ് എന്താണ്? ഇത് ഷിർക്കാണ് എന്ന് പറഞ്ഞിട്ട് ഈ പയ്യനെ തിരുത്താണ്. ഇത് നിങ്ങൾ ചെയ്യാൻ പാടില്ല,
നിങ്ങൾ ഈ ഷിർക്കിന് മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുകയാണ്, ഇതൊന്നും ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞ്, ഇത് നീയൊക്കെ എന്തുകൊണ്ട് മുസ്ലിമാണ് എന്ന് പറഞ്ഞ്, എന്താണ് നീയൊക്കെ എന്തുകൊണ്ട് മുസ്ലിമാണ് എന്ന് ചോദിച്ചിട്ട് ഈ മുസ്ലിമിനെ തിരുത്തുന്ന ബാക്കി മുസ്ലിങ്ങൾ, നിങ്ങൾ പറയുക ഇതിലേതാണ് ജിഹാദി മുസ്ലിം, ഇതിലേതാണ് ജിഹാദി അല്ലാത്ത മുസ്ലിം. നമ്മളെപ്പോഴും പറയാറുണ്ട് ഓരോ മുസ്ലിമും പൊട്ടൻഷ്യൽ ജിഹാദിയാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു നിൽക്കുന്ന കാര്യമാണ്, ഞാൻ അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്ന കാര്യമാണ്. ഓരോ മുസ്ലിമും പൊട്ടൻഷ്യൽ ജിഹാദിയാണ്. അവൻ വലിയ മുസ്ലിമാണ്, ഞാൻ ഭയങ്കര സമാധാനപ്രിയനാണെന്നൊക്കെ പറയും. ഒരു മൊമെൻറ്റിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം, ഈ ഇസ്ലാമിൻ്റെ ഒരു സാധനം ഒന്ന് പറഞ്ഞാൽ മതി, അവിടെ തീരും ഈ പറയുന്ന സമാധാനമൊക്കെ. പിന്നെ പുറത്ത് കാണുന്നത് എന്താണ്, നീ അത്രയ്ക്കായോ, എന്നാൽ നമ്മളിപ്പോൾ കാണിച്ചു തരാം എന്ന് പറയുന്നത് അവിടേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഇവൻ മതത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി വരും. ഈ മതത്തെ ഡിഫെൻഡ് ചെയ്യുന്നത് തന്നെയാണ് ഈ ജിഹാദ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. രാഹുൽ ഈശ്വറുമായിട്ടുള്ള ആ സംവാദത്തിൽ നമ്മൾ 5 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ജിഹാദ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 5 പോയിന്റ്സ് ഉണ്ട്. 5 തരം ജിഹാദുകൾ അതിനകത്ത് നമ്മൾ പറയുന്നു. അതായത് സ്വന്തം ശരീരത്തോട് ചെയ്യുന്നത്, അതുപോലെ മറ്റു പല സാധനങ്ങൾ. അങ്ങനെ അവസാനം പറഞ്ഞാണ് ഈ ഷെയ്ത്താനോടും അതുപോലെ മറ്റു പലതും ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന വാളെടുക്കുന്ന ജിഹാദിലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്താണ്? നിങ്ങൾ സ്വന്തം ശരീരത്തോട് നിങ്ങൾ ഈ പറയുന്ന വെള്ളം കുടിക്കുന്നു, അല്ലെങ്കിൽ കാല് കഴുകുന്നു, ചിരിച്ച് കാണിക്കുന്നു എന്നൊക്കെ പറയുന്നത് ജിഹാദാണെങ്കിലും ഇതെന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ഈ പറയുന്ന ആത്യന്തികമായ ജിഹാദിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടി, നിങ്ങൾ ആ പാതയിൽ ഉറച്ചു നിർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പണി മാത്രമാണ് ഈ ബാക്കിയുള്ള 4 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ രാഹുൽ ഈശ്വർ എന്താ ചെയ്തത്? ഈ 5 പറഞ്ഞിട്ട് അതിൽ അവസാനത്തെ തള്ളി 4 മാത്രം എടുക്കും. ഇതാണ് രാഹുൽ ഈശ്വർ ചെയ്തത്. നമ്മളെന്താ ചെയ്തത്? 4 മാത്രമല്ല 5 നമ്മൾ എടുത്തു എന്നതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതാണ് ഈ ജിഹാദ് എന്നിരിക്കുക. ഇതിലെ ഈ പറയുന്ന സാധനം അവിടെ ഓരോ മുസ്ലിമും ചെയ്യുമ്പോൾ അതും ജിഹാദ് തന്നെയാണെന്നാണ് നമ്മൾ പറയുക. അത് പറയാൻ നമുക്ക് കഴിയണം. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് വാപ്പ ഇറക്കി വിട്ടില്ല, ഉമ്മ ഇറക്കി വിടുമ്പോൾ ഇങ്ങനെ മതം ഉണ്ടെങ്കിൽ കയറിയാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പൊക്കോ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അതും ജിഹാദ് തന്നെയാണ്. എൻ്റെ ഉമ്മ ഒരു അസൽ ജിഹാദിയാണെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അത് അങ്ങനെ ചെയ്യുന്നത് വരേക്കും ഒരു പൊട്ടൻഷ്യൽ ജിഹാദി തന്നെയായിരുന്നു ഉമ്മ. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിവിടെ സംഭവിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ മുസ്ലിമും ചെയ്യുന്ന കാഴ്ച. അപ്പം നിങ്ങൾ ആലോചിക്കുക, നബിദിനത്തിന് ഇതേപോലെ കുട്ടികൾ ഘോഷയാത്രയായിട്ട് പോകുമ്പോൾ അവിടെ ഒരു ഹിന്ദു സ്ത്രീ വന്ന് കുട്ടിക്ക് നോട്ടുമാല ഇട്ടു, നാരങ്ങ വെള്ളം കൊടുത്തു, ബോഞ്ചി വെള്ളം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇവിടെ ആഘോഷം? കണ്ടില്ലേ, മതസൗഹാർദ്ദം കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഇവിടെ അങ്ങ് ആഘോഷമാണ്. അപ്പോൾ ഹിന്ദുക്കൾ ഈ പറയുന്ന സാധനമൊക്കെ ചെയ്തോളണം, മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ ഇത് ചെയ്തോളണം. അത് ഭയങ്കര സംഗതി. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ചെയ്താൽ മുസ്ലിങ്ങൾ തന്നെ വന്നിട്ട് അതിനെ വിരോധിക്കും, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയും. ഈ പറയുന്ന നബിദിനത്തിന് ഒരു ഹിന്ദു സ്ത്രീ വന്ന് ഈ പറയുന്ന സംഗതി ചെയ്യുമ്പോൾ എത്ര ഹിന്ദുക്കൾ വന്നിട്ട് നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്, എന്തിനാണ് ഈ മുസ്ലിങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാണ് അവരുടെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഈ മതം നിങ്ങളുടെ ആചാരത്തിൽ പോയി തലവെക്കുന്നത്, നിങ്ങളിത് ചെയ്തത് ശരിയല്ല എന്ന് എത്ര ഹിന്ദുക്കൾ പറയും? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. സംഖ്യകൾ പോലും വന്നിട്ട് ഇത് ചെയ്യുന്നു. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോഴാണ് നമ്മളിവിടെ എന്ത് കാണുന്നത്? സാധാരണ മുസ്ലിം, നമ്മൾ ബാസിലിനൊക്കെ വിടുക, ബാസിലൊക്കെ ജിഹാദികളാണെന്ന് നമ്മൾ പറയാം, അല്ലെങ്കിൽ തീവ്രവാദികളാണ്. പക്ഷേ സാധാരണ നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള സമാധാനപ്രിയരാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ച മുസ്ലിങ്ങൾ പോലും വന്നു നിന്നിട്ട് എന്താ പറയുന്നത്? ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി ഇത് ചെയ്ത മുസ്ലിങ്ങളെ വന്നിട്ട് പിന്തിരിപ്പിക്കുക, അവരെ ഇത് കുറ്റപ്പെടുത്തുക, അവരിൽ ഒരു ഗിൽറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കുക. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഡേഞ്ചർ എന്ന് പറയുന്നത്. ഇതാണ് ഈ പറയുന്ന ദഅവ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ നിരന്തരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടേ. ഇനി അത് പറയുമ്പോൾ നമ്മളൊരു കാര്യം, സമാധാനം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടി പറയുകയാണ്. അതായത് ഇങ്ങനെ കമൻറ്റും ഉണ്ട്, ശരിയാണ്, നീ ചെയ്തത് ശരിയല്ല എന്ന് പറയുമ്പോൾ നീ പോടാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മറുപടി കൊടുക്കാനും ഇതേ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആളുകൾ ഇന്ന് ഒരുപാട് പേര് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്തയും കൂടി നമ്മളിവിടെ പങ്കുവെക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പണ്ട് കാലത്തുള്ളതിനേക്കാളും വലിയ വ്യത്യാസം കാണുകയാണ്. മുസ്ലിങ്ങളായിട്ടുള്ള ചെറുപ്പക്കാരികൾ ഇന്ന് വന്നിട്ട് ഈ പറയുന്ന രീതിയിൽ വേണ്ടടുത്തും വേണ്ടാത്തടത്തും മതം കുത്തിയിറക്കാൻ വേണ്ടി നോക്കുന്ന ഓരോ മുസ്ലിമിനെയും വന്ന് തിരുത്താൻ ഇന്ന് മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ ആളുകൾ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ ഇന്ന് മുന്നോട്ട് വന്ന് ചേർന്നിരിക്കുന്നു, വന്നുകൊണ്ടിരിക്കുന്നു എന്ന് അറിയുമ്പോൾ അതാണ് ഞാൻ പണ്ടേ പറയാറുള്ളത്. നമ്മുടെ ലക്ഷ്യം എന്താണ്? എല്ലാ മുസ്ലിം വീട്ടിലും ഒരു എക്സ് മുസ്ലിങ്ങളും എങ്കിലും ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് വളരെ വേഗത്തിൽ നടന്നു എന്ന് മാത്രമല്ല, ഇന്നത് ഓരോ വീട്ടിലും 2-3 എക്സ് മുസ്ലിം ആവുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നോടത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ കഥ തീരുന്നത് ഇങ്ങനെയായിരിക്കും. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളിപ്പോൾ ഇത് വലിയ ജിഹാദികളായിട്ട് നടക്കുന്ന ഇവിടുത്തെ ഓരോ മുസ്ലിമിനോടും നിങ്ങൾ സ്വന്തം വീട്ടിൽ എത്ര പേര് എക്സ് മുസ്ലിം ഉണ്ട് എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ വലിയ ഇസ്ലാം വളരുന്നു എന്ന് പറഞ്ഞ് നടക്കൊന്നും വേണ്ട. നിങ്ങൾ സ്വന്തം വീട്ടിൽ പോലും ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആളുകൾ ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഓരോ വിഷയവും നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്താണോ താലിബാൻ അവിടെ ചെയ്യുന്നത് അത് തന്നെയാണ് അതിൻ്റെ മറ്റു രൂപങ്ങൾ, അതിൻ്റെ മറ്റു വശങ്ങൾ സെയിം വിഷയത്തിൽ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. മറ്റൊരു വാർത്ത, ഒരു തെളിവ്. താലിബാൻ ലീഡർ ബാൻസ് വിൻഡോസ്
ഓവർലുക്കിംഗ് വിമൻസ് ഏരിയാസ്. ഏതാനും നാളുകൾക്ക് മുന്നേ, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മളിവിടെ ചെയ്ത വാർത്തയിൽ നമ്മൾ ഇവിടെ അവതരിപ്പിച്ച സാധനം തന്നെയാണ്, ഡീറ്റെയിലേക്ക് പോകുന്നില്ല. എന്താ അവരവിടെ ചെയ്തത്? അതായത് പെണ്ണുങ്ങൾ തമ്മിലുള്ള വേർതിരിവ്, ഇതാണല്ലോ ഈ ഹിജാബ് നിയമം എന്ന് പറയുന്നത്. അതിൻ്റെ പേരിലാണ് ഈ കർട്ടൻ, അതിൻ്റെ പേരിലാണ് ഈ പർദ, അതിൻ്റെ പേരിലാണ് മറ്റുള്ള ഓരോ സാധനം. ഇവിടെ ബിൽഡിങ്ങുകൾക്ക് ജനൽ പോലും പാടില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. എന്താ ഇതിന് പറയുന്ന കാരണം ഇത്രയേ ഉള്ളൂ. അക്കോർഡിംഗ് ടു എ സ്റ്റേറ്റ്മെൻറ്റ് റിലീസ്ഡ് ലേറ്റ് സാറ്റർഡേ, അതായത് December 29, by the Taliban government spokesperson, new buildings should not have windows through which it is possible to see the courtyard, kitchen, neighbors' well and other places usually used by women. അപ്പോൾ സ്ത്രീകൾ ഈ പെരുമാറുന്ന സ്ഥലങ്ങൾ അതെവിടെയാണ്? അടുക്കളയിലാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉള്ളത്. കിച്ചൺ, വെൽ, അതായത് നമ്മളുടെ കിണർ, പിന്നെ അതുപോലെ സ്ത്രീകൾ പെരുമാറുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിൽ ജനൽ പാടില്ല. അവർക്ക് ശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ ടാങ്ക് നിങ്ങൾ താലിബാൻ അവിടെ ഏർപ്പാടാക്കി കൊടുക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്സിജൻ ഇഷ്ടംപോലെ ഉണ്ട് എന്നാണ് അറിയുന്നത്. താലിബാൻ അവിടെ ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇഷ്ടംപോലെ ഓക്സിജൻ കിട്ടാനുണ്ട്. അപ്പോൾ അത് എല്ലാ സ്ത്രീകൾക്കും വെച്ചു കൊടുക്കും. ജനലിൻ്റെയും വാതിലിൻ്റെയും ഒന്നും ആവശ്യമില്ല എന്നാണ് അറിയുന്നത്. ഇനി അടുത്ത വാർത്ത. Taliban deliberately deprived 1.4 million girls of schooling. ഇത് UN റിപ്പോർട്ടാണ്. ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അൽ ജസീറയാണ്, ഇൻ്റർനാഷണൽ മുക്കാൽ മീഡിയയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ മുക്കാൽ മീഡിയ എന്താ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് 14 ലക്ഷം പെൺകുട്ടികൾ ഈ പറയുന്ന സ്കൂളിംഗ് അത് ലഭിക്കാതെ അവിടെ ഇരിക്കുന്നു. ആ ലെവലിലേക്കാണ് കാര്യങ്ങൾ അവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ആരാ കൊണ്ടെത്തിച്ചത്? ഇസ്ലാമിക ഭരണകൂടം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇസ്ലാമിക ഭരണകൂടം ഉണ്ടായാൽ എന്തൊക്കെയാണ് ഈ ലോകത്ത് ഉണ്ടാവുക എന്ന് പറയുന്നതിന് കൃത്യമായ ഉദാഹരണങ്ങൾ, മുൻ മാതൃകകൾ ഇവിടെ ഉണ്ട്. 1 അല്ല, 10 20 50 ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഇവിടെ ചോദിക്കുന്നത്, നിങ്ങൾ ഈ പറയുന്ന നാഴേക്ക് 40 വട്ടം ഹിന്ദുരാഷ്ട്രം ഇപ്പോൾ വരും എന്ന് പറഞ്ഞാൽ ആളെ പേടിപ്പിക്കുന്ന പരിപാടി. ഞാൻ ആ സാധനം ഇപ്പോൾ കേട്ട് പേടിക്കാറില്ല. ഇനി മാത്രമല്ല, ഇനി എൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഒരു ഇസ്ലാമിക രാജ്യമാകാനുള്ളൊരു ഓപ്ഷൻ, ഹിന്ദു രാഷ്ട്രമാകാനുള്ള ഓപ്ഷൻ, വേറെ ഓപ്ഷനൊന്നുമില്ല. എല്ലാം തകിടം പറഞ്ഞ് ആകെ കുട്ടിച്ചോറായിട്ട് നിൽക്കുന്ന ഒരു സമയം വരികയാണ്. അപ്പോൾ നമ്മളെ മുന്നിൽ ഒരു ചോയ്സ് വരികയാണ്. ഇസ്ലാമിക രാജ്യം വേണോ, ഹിന്ദു രാഷ്ട്രം വേണോ? ഞാൻ ഹിന്ദു രാഷ്ട്രം വേണമെന്നേ ഞാൻ പറയുള്ളൂ. ഇതാണ് ഞാൻ പറയുന്നത്. നമ്മളുടെ ഐഡിയൽ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ മതേതര രാജ്യമാണ്. പക്ഷേ അത് കുട്ടിച്ചോറാവുകയാണ്. ഈ പറയുന്ന രീതിയിൽ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സും അതുപോലെ മറ്റും മണ്ണാങ്കട്ട കുണ്ടാമണ്ടി എല്ലാം വന്ന് ആകെ കൊളായെന്ന് വിചാരിക്കുക. രണ്ട് ഓപ്ഷനാണ് വരുന്നതെന്ന് വിചാരിക്കുക. ഏതുപോലെ ഇപ്പോൾ നേപ്പാളിൽ സംഭവിച്ച പോലെ അവിടെ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഭരണം നടത്തി അവിടെ കുട്ടിച്ചോറാക്കി, ആകെ നാശപൂശാക്കി. അപ്പോൾ പിന്നെ എന്താ ഉണ്ടായത്? ജെൻസി ഇറങ്ങി. അപ്പോൾ നമ്മളൊക്കെ വയസ്സാം കാലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അന്നത്തെ ജെൻസി ആയിരിക്കില്ലല്ലോ, അന്നത്തെ ജെൻസി വന്നിട്ട് ഇതേപോലെ കുട്ടിച്ചോറാക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ കുട്ടിച്ചോറാക്കി നാട് മുഴുവൻ കത്തിക്കുകയാണ്. അങ്ങനെ അവസാനം ഒരു ഓപ്ഷൻ വരികയാണ്, ഒന്നുകിൽ ഹിന്ദു രാഷ്ട്രം അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യം. ഒരു വശത്ത് ഈ പറയുന്ന ഇസ്ലാമിക ജിഹാദി ഗ്രൂപ്പും മറുവശത്ത് അതിനെ ഓപ്പോസ് ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ടൊരു ഹിന്ദുത്വ ഗ്രൂപ്പും വന്ന് പരസ്പരം പോരടിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ ആരെ കൂടെ നിൽക്കേണ്ടി വരും? ഞാൻ തറപ്പിച്ച് പറയുന്നു, ഞാൻ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. കാരണം എന്താണ്? ഇന്നും നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം, ഇന്ത്യയുടെ ചരിത്രം പോലും എടുത്താൽ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം എന്താണ്? ഇൻക്ലൂസീവായിട്ട് നിലനിന്നിട്ടുള്ളത് അവരുടേതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്. ജാതി വ്യവസ്ഥിതി പോലെയുള്ള വളരെ കിരാതമായ സാധനം ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു എക്സിസ്റ്റൻസിന് സാധ്യത, ഒരു ജീവനോടെ ഇരിക്കാനുള്ള സാധ്യത എവിടെയാണ്? അതും അതിൽ വിശ്വസിക്കാത്ത ആൾക്ക് പോലും ജീവനോടെ ഇരിക്കാനുള്ള സാധ്യത എവിടെയാണ്? അതൊരു ഹിന്ദു രാഷ്ട്രത്തിൽ മാത്രമേ ഉള്ളൂ. ഇസ്ലാമിക രാജ്യത്ത് അതില്ല എന്നുള്ളതാണ്. പക്ഷേ അതിലേക്കൊന്നും പോകേണ്ടി വരില്ല എന്നാണ് ഞാൻ പറയുക. കാരണം എന്താണ്? അതിനൊക്കെ മുന്നേ തന്നെ ഈ ഇസ്ലാമിൻ്റെ പപ്പും പൂടെയൊക്കെ നമ്മൾ പറിച്ച് അതിനൊരു വഴിക്കാക്കും. ഇതാണ് നമുക്ക് ഇപ്പം തന്നെ അതിൻ്റെ പരിപ്പൊക്കെ ഇളകി ആകെ ഇരിക്കുകയാണ്, ആകെ പ്രശ്നത്തിലാണ്. അപ്പോൾ ഈ ഹിന്ദു രാഷ്ട്രം വരുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന പരിപാടി ആദ്യം ഒന്ന് നിർത്തുക. എന്നിട്ട് ഈ ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിനുള്ള പരിഹാരം എന്ത് എന്നുള്ളതിലേക്ക് പോവുകയും അതിനു വേണ്ട പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോവുകയും ചെയ്യുക. പക്ഷേ അവിടെ നമ്മൾ അപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിലവിൽ ഇതിനെ ത്രെട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഇസ്ലാമിക രാജ്യവൽക്കരണ ഫോഴ്സുകൾ മാത്രമാണ്. അല്ലാതെ ഒരു ഹിന്ദു രാഷ്ട്ര നിർമ്മിതിയും സ്വപ്നം കൊണ്ട് നടക്കുന്ന ഒരു ചങ്ങാതി പോലും ഇന്നിവിടെ ഇല്ല. അതേസമയം ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് കൃത്യമായ ഡോക്യുമെൻ്റ് എഴുതി വെക്കുക മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് ഗസ്വായ ഹിന്ദു എന്ന് പറഞ്ഞിറങ്ങുക, അതിനു വേണ്ടിയിട്ട് ഖിലാഫത്ത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക, അതിനു വേണ്ടിയിട്ട് ദ ലിബറേറ്റഡ് സോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും അങ്ങാടി പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നടക്കുന്ന ആളുകൾ ഇവിടെ കാണുക. അതുമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ അറസ്റ്റ് ചെയ്തു ഈ ഐസിസിൻ്റെ ഓപ്പറേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളും അതുപോലെ മറ്റു പല സംഗതികൾ അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടത്. ഇത് നിരന്തരം പിടിച്ചുകൊണ്ടിരിക്കും. ഒരു മിഷൻ, നേരത്തെ വാർത്തയിൽ മിഷൻ 2047 എന്നാണ് പറയുന്നത്. ശരിക്കും ഒരു വിഷൻ 2047 ആണത്. നമ്മൾ പറയുന്നത് ഒരു മിഷൻ 2047 എന്ന് പറഞ്ഞിട്ട് ഈ പോപ്പുലർ ഫ്രണ്ടുകാരെ ഇറക്കി വെച്ചിട്ടുള്ള സാധനമുണ്ട്.
ആ സാധനം ഇവിടുത്തെ എത്ര യുക്തിവാദികൾ വായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ചോദിക്കുക. കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഇവിടുത്തെ OBC SC ST വിഭാഗങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ വോട്ട് നമ്മൾ കൂടെ നിർത്തിക്കൊണ്ട് നമ്മളിവിടെ ഒരു ഭരണം പിടിക്കണം. അങ്ങനെ പിടിച്ച് നമുക്ക് ഭൂരിപക്ഷമാകുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് കത്തിക്കും, എന്നിട്ട് ശരിയാ നിയമം അവിടെ എടുത്ത് വെക്കും. കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ അതിനെ ഭയക്കാനേ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഈ ഹിന്ദു രാഷ്ട്രം എന്നും പറഞ്ഞു വരുന്ന പരിപാടിക്ക് നമ്മൾ കിട്ടില്ല. നമ്മൾ ഇസ്ലാമിക രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുക, അതിനുവേണ്ട പണി നമ്മൾ എടുക്കുക, അതിനെ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രയോറിറ്റി. അത് നമ്മൾ ചെയ്യും. ഇവിടെ നമ്മൾ കാണുന്നത് അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമാണ്. ഇവിടെ ഇപ്പോൾ ഈ ബാസിൽ ചെയ്തു വെക്കുന്നത് പോലും ഒരു വശത്ത് ഇത്തരം തീവ്രവാദ സംഘങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പോൾ അതിന് പരുവപ്പെടുന്ന രീതിയിൽ ഈ നിയമത്തിൻ്റെ ഒരു പ്രായോഗികമായ തലങ്ങളിൽ ഇത് ആളുകൾക്ക് അതിനോട് ഒരു അക്ലിമറ്റൈസേഷൻ നടക്കുന്ന രീതിയിൽ ഇതിനെ പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു പണി, ഇതാണ് ബാസിലിനെ പോലുള്ള തീവ്രവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ സപ്പോസ് ഇന്നിപ്പോൾ ഇവിടെ ജീവിക്കുന്ന ഒരു സാധാരണ മുസ്ലിമിനെ പിടിച്ച് നിങ്ങളൊരു ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് മറ്റേ പൈസയും കൊടുത്ത് നേരെ അഫ്ഗാനിസ്ഥാനിലേക്ക് വിട്ടെന്ന് വിചാരിക്കുക. അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല. അവരവിടെ നോക്കുമ്പോൾ ഇതെന്തുട്ടത്, എനിക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല, എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിക്കും നമ്മളുടെ ഇവിടുന്ന് ഒരു പെൺകുട്ടീനെ അങ്ങോട്ട് കൊണ്ടുവിട്ടാൽ. അതേസമയം ഇതേ പെൺകുട്ടീനെ നമ്മൾ ഇവിടെ ഈ പറയുന്ന ഒരു പ്രോസസ്സിലൂടെ കടത്തി വിട്ടുകൊണ്ട് കുറച്ച് നാൾ ജീവിക്കാൻ അനുവദിച്ച് വിടുക. അതായത് ബാസിലിൻ്റെ ക്ലാസ്സൊക്കെ കേൾപ്പിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടി. അങ്ങനെ ആ പെൺകുട്ടി വളർന്നൊരു ഘട്ടം എത്തി നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ഇസ്ലാമിക വൽക്കരണം നടക്കുകയാണ്. ഒരു താലിബാൻ, ഒരു ഇന്ത്യൻ താലിബാൻ അവിടെ വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് താലിബാൻ ഈ നിയമം ഇറക്കുമ്പോൾ ഈ പെൺകുട്ടികൾക്ക് ഇതിലൊരു പ്രശ്നം തോന്നില്ല. അവരെന്താ കാണുക, എന്നായാലും ഈ നിയമം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നല്ലേ ഇതിലിപ്പോൾ അവരും ചെയ്യുന്നത് തന്നെയല്ലേ, ഇതിലിപ്പോൾ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞ് അവരത് എടുക്കും. ഏതുപോലെ അപ്പുറത്ത് ഭൂകമ്പത്തിൽ മരിച്ചു കിടക്കുമ്പോൾ ആ ശവശരീരങ്ങൾ എടുക്കാൻ ആളില്ല എന്ന് പറഞ്ഞത് നമുക്ക് വാർത്തയാവുമ്പോൾ നമ്മളിവിടെ കണ്ടത് എന്താണ്, നമ്മൾ ചത്ത് മലച്ച് കിടക്കുമ്പോൾ നമ്മൾ പുരുഷന്മാർ വന്ന് വലിച്ചെടുക്കില്ലേ, അത് എങ്ങനെ നമുക്ക് അതിൽ നിന്നും മറികടക്കാം, അതിന് നമുക്ക് പടച്ചവനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഇന്നേ പ്രാർത്ഥിക്കുന്ന, അതായത് വെള്ളപ്പൊക്കം വരുന്നതിന് മുന്നേ തന്നെ മുണ്ട് മടക്കി കുത്തി നടക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പറയാറുള്ളത് പോലെ ഇസ്ലാമിക രാജ്യം വരുന്നതിന് മുന്നേ തന്നെ ഇസ്ലാമിക രാജ്യം വന്നാലുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് ഇവർ സ്വപ്നം കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഇന്നേ നടത്തുന്ന ആളുകൾ. അതുകൊണ്ട് അവർ പഠിപ്പിക്കുന്ന എന്താണ്, അതുകൊണ്ട് സ്ത്രീകൾ ഈ മയ്യത്ത് പരിപാലനം പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. ഇതാണ് നേരത്തെ വീഡിയോയുടെ ബാക്കി. ഇവർ ഈ സ്ത്രീകളെ കൊണ്ട് മയ്യത്ത് പരിപാലനത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്നത് ഏത് കോണ്ടെക്സ്റ്റിലാണെന്നുള്ളതാണ് ഈ പറഞ്ഞു വെച്ചത്. അതായത് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ, നമുക്ക് ചെയ്യാൻ അറിയാതെ നമ്മൾ മാറി നിൽക്കുമ്പോൾ, അവിടെ പുരുഷന്മാർ വന്ന് ഇത് ചെയ്യുമ്പോൾ അത് പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മളിത് പഠിച്ച് നിൽക്കണം. എന്നിട്ട് സ്ത്രീകളുടെ മയ്യത്ത് അത് നമ്മൾ വലിച്ച് പുറത്തെടുത്ത് നമ്മൾ തന്നെ കുളിപ്പിക്കുക, എന്നിട്ട് നമ്മൾ കുളിപ്പിച്ച് കിടത്തുക. ഇല്ലാന്നുണ്ടെങ്കിൽ നാട്ടുകാർ നമ്മളെ കുളിപ്പിച്ച് കിടത്തും എന്നതാണ് ഇവരുടെ ആകുലത. ഇതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്താ ഇവിടെ വ്യത്യാസം? ഇവിടെ രാഹുൽ എന്താണ് അവരുടെ പേര്, ബാസിൽ ഇവിടെ നമുക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ പെണ്ണുങ്ങൾക്കും നമ്മളുടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്കും. അപ്പോൾ ഒരു ഇസ്ലാമിക വൽക്കരണം നടന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഇവർക്ക് ഇതിനോട് ചോദ്യം ചെയ്യാൻ, ഇതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ കാണുമ്പോൾ എന്താണ്, ഇതാണ് ഇസ്ലാമിക നിയമം എന്ന് അവർക്ക് പെട്ടെന്ന് അതിലേക്ക് അക്സെപ്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ അവർക്ക് അതിനെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത, ഇതാണ് മദ്രസകളിലൊക്കെ നടക്കുന്ന ഈ ഇൻഡോക്ട്രിനേഷൻ എന്ന് പറയുന്നത്. മദ്രസയിൽ പേടിപ്പിച്ചിട്ട് അതല്ലെങ്കിൽ ഇതാണ് എന്ന് പറഞ്ഞു ഒരു ഫോൾസ് അതോറിറ്റി വെച്ചുമാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ ഒരു ട്രെയിനിങ്ങിലൂടെയാണ്, ഇതിലൂടെ നിങ്ങളെ ജീവിപ്പിച്ചുകൊണ്ട് ഇതാണ് നോർമൽ, ഇതിനെ നോർമലൈസ് ചെയ്തെടുക്കുക, ഇതിനെ സംഗതി ഇതാണ് ശരിക്കുള്ളത് എന്നുള്ള രീതിയിൽ അവർക്ക് അങ്ങ് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്, ഇതുകൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയാം. ഇനി ഇവിടെ കണ്ടു ഈ ഒരു വാർത്ത, ഷോട്ട് ഇൻ ദ ഹെഡ്, ഐസ് ഗോജ്ഡ് ഔട്ട്, ഫോമർ അഫ്ഗാൻ പോലീസ് വുമൻ റീകൗണ്ട്സ് താലിബാൻ അറ്റാക്ക് ഓൺ ഹെർ. അതായത് അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്ക് ജോലി എടുക്കാൻ പറ്റില്ല. ഓക്കെ, എന്താ കാര്യം? ജോലി, സ്ത്രീകളുടെ പണി എന്താണെന്നാണ് പറഞ്ഞത് നമ്മളുടെ MM അക്ബർ? സ്ത്രീകളുടെ പണി വീട്ടിലിരിക്കുക, കുട്ടികളുണ്ടാക്കുക. ആരാ പറഞ്ഞത്? MM അക്ബർ. താലിബാൻ എന്താ പറയുന്നത്? സ്ത്രീകൾ വീട്ടിലിരിക്കുക, കുട്ടികളുണ്ടാക്കുക. അത് ഡിഫൈ ചെയ്തുകൊണ്ട് ഒരു പെണ്ണ് പോലീസായിട്ട് വർക്ക് ചെയ്തപ്പോൾ ആ പെണ്ണിനോട് എന്താ ചെയ്തത്? ആ പെണ്ണിൻ്റെ 2 കണ്ണും അങ്ങ് പൂഴ്ത്തി അങ്ങ് എടുത്തു. ഇതാണ് ഉണ്ടായത്. അപ്പോൾ എന്താ താലിബാനും MM അക്ബറും തമ്മിലുള്ള വ്യത്യാസം? അല്ലെങ്കിൽ ഈ പറയുന്ന ടീമും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു വ്യത്യാസമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇനി നിർബന്ധമാണെന്നുണ്ടെങ്കിൽ എന്താ വ്യത്യാസം? ഇവിടെ ഇന്ത്യൻ നിയമത്തിൻ്റെ കീഴിൽ ഇവരിത് ചെയ്യുന്നു, അവിടെ ഇസ്ലാമിക നിയമത്തിൻ്റെ കീഴിൽ അവരത് നടപ്പിലാക്കുന്നു. ഇത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇത് മറ്റൊരു വാർത്ത. ഇനി അടുത്തൊരു വാർത്ത ഇതിൻ്റെ കൂടെ തന്നെ വായിക്കാവുന്നതാണ്. അതായത് ദേ കിൽ അസ്, ഫീഡ് അസ് ടു ഡോഗ്സ്. നായ്ക്കൾക്ക് വെട്ടിമുറിച്ചിട്ട് കൊടുക്കും. അഫ്ഗാൻ വുമൻ who was shot, eyes gouged out, says return of Taliban spells doom. അതിൽ മറ്റൊരു വാചകം കൂടി നിങ്ങൾക്ക് കാണാം. അതായത്
the Taliban has recently said that they have relaxed their stance on women's rights, but have signaled their intention to deny girls' education past the age of 12, to ban women from employment and reinstate the law requiring women to be accompanied by a man. അപ്പോൾ സ്ത്രീകൾക്ക് 12 വയസ്സിന് മുകളിലേക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുക, 2 അവർക്ക് തൊഴിലെടുക്കാനുള്ള അവകാശം നിഷേധിക്കുക, 3 സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ പുരുഷൻ്റെ തുണ വേണം, മഹറം വേണം എന്ന് അവിടെ പറയുക. ഈ 3 സാധനങ്ങളും എടുത്തു കളഞ്ഞ് ഏറ്റവും ഒടുവിൽ ഈ അടുത്ത് എടുത്തു കളഞ്ഞൊരു സ്ഥലമാണ് സൗദി അറേബ്യ. ഇന്ന് അവിടെ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കാം, ഇഷ്ടമുള്ള പോലെ പുറത്തിറങ്ങി നടക്കാം, അവർക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം എന്ന നിലയിലേക്ക് ഈ ഇസ്ലാമിൻ്റെ തുടക്കം അല്ലെങ്കിൽ അതിൻ്റെ കളിത്തൊട്ടലിൽ ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ, ഇസ്ലാമിൻ്റെ ലോകത്തിൻ്റെ പുറത്ത്, അറബ് ലോകത്തിൻ്റെ പുറത്ത് എന്താ കാണുന്നത്? ഈ ഓരോ നിയമത്തെയും ഇതുപോലെ നെഞ്ചിലേറ്റുന്നൊരു കൂട്ടം ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതിനൊക്കെ വളം കൊടുക്കുന്നത് ആരാണ്? ഈ താലിബാൻ്റെ ആളുകളെ ഹോസ്റ്റ് ചെയ്യുന്ന ആരാ? അതും ഖത്തറാണ്. നമ്മൾ മറക്കാൻ പാടില്ല. അത് ഖത്തർ എന്ന് പറഞ്ഞാൽ എത്ര മഹത്തരമായ ഒരു രാജ്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, തീവ്രവാദികളുടെ സ്വന്തം രാജ്യം. അപ്പോൾ ഇതേപോലെ ഇനി ഈ പറയുന്ന ബ്യൂട്ടി സാലൺസ് ഇൻ അഫ്ഗാനിസ്ഥാൻ ആർ ക്ലോസിങ് ഓൺ താലിബാൻ ഓർഡേഴ്സ്. ഇതും വാർത്ത നിങ്ങൾ കണ്ടു കാണും. എന്താ പ്രശ്നം? ഇത് അനിസ്ലാമികമാണെന്നാണ് ഈ പറയുന്നത്. ഇതൊന്നും നമ്മുടെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള സാധനമല്ല. ഈ ലിപ്സ്റ്റിക് ഇടുന്ന എന്താണ് ഇപ്പോൾ തഹ്ലിയ പോലെയുള്ള ആളുകൾ, ഞാൻ അവരോട് എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കുന്ന കാര്യമാണ് ഇനി അടുത്തൊരു സംഭവം വരുമ്പോൾ. താലിബാൻ പറയുന്നത് എന്താണ്? നിങ്ങൾ ഇതിലൊന്നും പോകാൻ പാടില്ല, ലിപ്സ്റ്റിക്ക് പോലും ഇടാൻ പാടില്ല എന്നാണ് പറയാം. നമ്മളുടെ മുജാഹിദ് ബാലുശ്ശേരി എന്താ പറഞ്ഞത്? ലിപ്സ്റ്റിക്ക് ഇടാൻ പാടില്ല, ഈ പോലെ നിങ്ങൾ മുഖത്ത് അതും ഇതും ഒന്നും ഇങ്ങനെ ഭംഗി കൂട്ടുന്ന ഈ ബ്യൂട്ടി പാർലറിൽ പോയി നടക്കുന്ന പരിപാടി ഒന്നും ചെയ്യാൻ പാടില്ല. അത് ചെയ്യുന്ന ആളുകൾ എന്തെന്നാ വിളിച്ചത്? അവളെ വിളിച്ചത് വേശ്യ എന്നാണ്. ഇതാണ് ബാലുശ്ശേരി വിളിച്ചത്. അപ്പോൾ ബാലുശ്ശേരി വിളിച്ചത് ഈ പറയുന്ന സ്ത്രീകളെ, ലിപ്സ്റ്റിക്ക് ഇടുന്ന ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നടക്കുന്ന സ്ത്രീകളെ വിളിച്ചത് വേശ്യ. താലിബാൻ എന്തെന്നാണ് വിളിക്കുന്നത്? താലിബാനും വിളിക്കുന്നത് വേശ്യ. എന്താ വ്യത്യാസമുള്ളത്? നിങ്ങൾ പറ. ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി ഇതേപോലെ സാധാരണ വീടുകളിൽ, മുസ്ലിങ്ങളിൽ, നമ്മളുടെ ഏതൊരു ബിഗ് ബോസിൽ പണ്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടി പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, ഏതൊരു ജാസ്മിൻ, ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇടാറില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ എന്താണ് ലിപ്സ്റ്റിക് ഇടുന്ന പറയുന്നത് ഞങ്ങൾ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്ന രീതിയിൽ പറഞ്ഞു വെക്കുന്നൊരു സാധനം കേട്ടാണ്. എവിടുന്നാണ് ജാസ്മിൻ അത് കിട്ടിയത്? ഇസ്ലാമിലെ നിയമമാണ്. പെർഫ്യൂം അടിക്കുന്ന സ്ത്രീകൾ എന്തെന്നാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചത്? ഈ വേശ്യ എന്നാണ് മുഹമ്മദ് നബി വിളിച്ചത്. ഒച്ച ഉണ്ടാക്കുന്ന പാദസരട്ട് നടക്കുന്ന സ്ത്രീകളെ എന്തെന്നാണ് മുഹമ്മദ് നബി വിളിച്ചത്? വേശ്യ എന്നാണ് വിളിച്ചത്. അപ്പോൾ ശബ്ദമുണ്ടാക്കി ഇതുപോലെ പാദസരട്ട് നടക്കുന്ന സ്ത്രീകളെ മുഹമ്മദ് നബി വിളിച്ചത് വേശ്യ. പെർഫ്യൂം അടിച്ച് നടക്കുന്ന സ്ത്രീകളെ വിളിച്ചത് വേശ്യ. ലിപ്സ്റ്റിക് ഇടുന്ന ഇതേപോലെയുള്ള ചായം തേച്ച് ഭംഗി കൂട്ടി നടക്കുന്ന സ്ത്രീകളെ വിളിച്ചതും വേശ്യ. ഇതേ വിളി, വേശ്യ എന്നുള്ള വിളി വിളിച്ചത് താലിബാൻ. ഇതേ വിളി നമ്മുടെ നാട്ടിൽ വിളിച്ചത് ഇതേ വിസ്ഡം ഗ്രൂപ്പ്, ഇതേ മുജാഹിദ് ഗ്രൂപ്പ്, ഇതേ മറ്റ് സമസ്ത ഗ്രൂപ്പുകൾ. ഇതിലൊക്കെ തമ്മിൽ എന്താണ് വ്യത്യാസം? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇതാണ് ഈ ജിഹാദിസം, ഇതാണ് ഈ താലിബാനിസം. ഇത് നമ്മൾ തിരിച്ചറിയണ്ടേ? അപ്പോൾ താലിബാനിസം ഇവിടെ വന്നിട്ടേ നിങ്ങൾ അനങ്ങൂ എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്ന് അനങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അനങ്ങാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിപ്പോൾ അനങ്ങണം. അതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മളെ കൂടെ നിൽക്കുക, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കാൻ തയ്യാറാവുക, ഇതിങ്ങനെയാണോ എന്ന് നിങ്ങൾ സ്വയം ചെക്ക് ചെയ്യാൻ തയ്യാറാവുക. എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും രക്ഷയുള്ളൂ. ഇത് തലയ്ക്ക് മേളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് ഓടാൻ കഴിയില്ല എന്നുള്ളതാണ്. അടുത്തത്, അഫ്ഗാനിസ്ഥാൻസ് താലിബാൻ ബാൻ മെഡിക്കൽ ട്രെയിനിങ് ഫോർ വിമൻ. സ്ത്രീകളെ മാത്രമേ പരിശോധനയ്ക്ക് ചെല്ലാൻ പാടുള്ളൂ, പുരുഷന്മാർ പരിശോധിക്കാൻ പാടില്ല എന്നുള്ള നിയമം വേറെയുണ്ട്. അപ്പോൾ ഇവിടെ ചോദ്യം സ്വാഭാവികമായിട്ട് വരും, 12 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ല. സ്ത്രീകളുടെ യൂണിവേഴ്സിറ്റീസ്, കോളേജസ് ഇതെല്ലാം പൂട്ടി. മെഡിക്കൽ എഡ്യൂക്കേഷനിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല, അതും നിഷേധിച്ചു. പക്ഷേ സ്ത്രീകൾ രോഗിയായാൽ സ്ത്രീകളെ ചികിത്സിക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ്. എങ്ങനെയാണ് അത് സാധിക്കുക? 12 വയസ്സിന് മുകളിലെ സ്ത്രീകൾ പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് സ്ത്രീകളെ ചികിത്സിക്കാൻ സ്ത്രീകളെ കിട്ടുക? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ഇസ്ലാമിക രാജ്യമുണ്ടായാൽ അവിടെ സ്ത്രീകൾ ചത്തു വീഴും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. ഒരു സംശയവും വേണ്ട. സ്ത്രീക്ക് ശ്വാസം വലിക്കാൻ പോലുള്ള ആരോഗ്യം കൊടുക്കാനുള്ള ഒരു സംവിധാനം പോലും ഉണ്ടാവില്ല. ഒരു രോഗം വന്നാൽ ചത്തു വീഴുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ഒരു വഴി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇനി നിങ്ങൾ പറയും, ഇത് പറയുന്നതിൻ്റെ സമയത്ത്, ഇത് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത്, ഇങ്ങനെ ഈ പ്രസിഡൻസ്, ഇവൻറ്റ്സ്, സംഭവ വികാസങ്ങൾ ഉള്ള സമയത്ത് നിങ്ങൾ ഇതൊന്നുമില്ലാത്ത ഒരു ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന ഒരു ഇൻഡാസ് എടുത്ത് വെച്ചിട്ട് അത് കാണിച്ചിട്ട് പേടിപ്പിക്കുമ്പോൾ അത് കേട്ടിട്ട് ഇങ്ങനെ ഞെട്ടിത്തെരിക്കാൻ നമ്മളെ കിട്ടില്ല എൻ്റെ പൊന്നുമക്കളെ. അതാണ് ഞാൻ ഈ പറയണത്. തൽക്കാലം അതിൻ്റെ എന്തെങ്കിലും ഒരു സാധനം വരട്ടെ, അപ്പോൾ നമുക്ക് ഞെട്ടാം. തൽക്കാലം ഇപ്പം ഞെട്ടാൻ മാത്രമുള്ള പാകത്തിനുള്ള സാധനങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ
അത് കേട്ട് ഞെട്ടാനേ നമുക്കിപ്പോൾ സൗകര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ 12 വയസ്സിന് ശേഷം വിദ്യാഭ്യാസം നിഷേധിക്കുന്ന, ജോലിക്ക് പോകുന്ന സ്ത്രീകളുടെ അത് നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കണ്ണ് ചൂഴ്ന്നെടുക്കുന്ന, ഒളിമ്പിക്സിലും മറ്റ് ഗെയിംസിലും സ്പോർട്സിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്ന സ്ത്രീകളെ അവരതിൽ നിന്ന് വിലക്കുക മാത്രമല്ല, അവർ ജീവനും കൊണ്ട് മറ്റു രാജ്യങ്ങളിൽ പോയി ഇന്ന് ആ രാജ്യത്തിന് വേണ്ടി അവരെ പ്രതിനിധാനം ചെയ്ത് കളിച്ച് എന്നിട്ട് ഒളിമ്പിക് മെഡലും അല്ലെങ്കിൽ മറ്റ് ഗെയിംസിൻ്റെ മെഡലും നേടുന്ന അവസ്ഥ ഉണ്ടാവുക. അതേപോലെ മറ്റ് പല വാർത്തകളും നമ്മളിവിടെ കണ്ടു. മരിച്ചു വീഴുമ്പോൾ, ഭൂകമ്പത്തിൽ മരിച്ചു വീഴുമ്പോൾ ശവസംസ്കാരത്തിന് പോലും ഒരാളെ കിട്ടാത്ത രീതിയിൽ അവിടെ കഴുകനും പുലിയും മറ്റേ കഴുതപ്പുലിയൊക്കെ വന്ന് കടിച്ചു പറിച്ചിട്ട് നിങ്ങളുടെ ശവം ഒടുങ്ങേണ്ട ഒരു ഗതികേട് ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ഇസ്ലാമിക രാജ്യത്ത് മാത്രമേ ഉണ്ടാവൂ. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ താലിബാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ. അതിലേക്കുള്ള പോക്കാണ്, അതിൻ്റെ ഓരോ സംഗതികളാണ് ഇവിടെ ഈ ബാസിൽ ഇറക്കി വെക്കുന്നത് എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.